നമസ്കാരം. ആനയ്ക്കപ്പം ഉറുമ്പിന് പട്ടിണി. ഈ പഴഞ്ചൊല്ല് അറിയാത്ത മലയാളിയില്ല. കഴിഞ്ഞ ജൂലൈ 27-ന് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു കണക്ക്, അത് ഹിന്ദുസ്ഥാൻ ടൈംസ് കഴിഞ്ഞ 30-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. അത് കണ്ടപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയത് ഇങ്ങനെയാണ്: സാമൂഹിക അസമത്വങ്ങളെക്കുറിച്ച് പറയുന്നതിനാണ് ഈ പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നത്. നമുക്കാദ്യം ആ റിപ്പോർട്ടൊന്ന് കാണാം. റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതനുസരിച്ച് 2021-22 കാലയളവിൽ 100 കോടിയിൽ പുറത്ത് സമ്പത്തുള്ള ഇന്ത്യയിലെ സമ്പന്നരുടെ എണ്ണം 142ആയിരുന്നു. എന്നാൽ ഇനി 25-26 ആകുമ്പോഴേക്കും അത് 576 വർദ്ധിച്ചു. അപ്പോൾ നമ്മുടെ സമ്പന്നരുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ എനിക്കത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയാണ്. സമ്പത്ത് ഇന്ത്യയിലേക്ക് വന്നു, നമ്മുടെ സമ്പന്നരുടെ എണ്ണം വർദ്ധിച്ചു, സാമ്പത്തിക ശക്തി നമ്മളൊരു വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നതിൻ്റെ ഒരു സൂചനയായിരിക്കാം ഇതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ വന്നപ്പോൾ ഈ സൂചകങ്ങളുണ്ടല്ലോ, ഇൻഡെക്സ്, അപ്പോൾ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളിലെയും പല കാര്യങ്ങളിലെയും ഇൻഡെക്സ് ഒന്ന് പരിശോധിക്കണമെന്നും മനസ്സിലാക്കണമെന്നും വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഇൻഡെക്സുകളിലേക്ക് ഒന്ന് കടന്നത്. നമുക്ക് അത്തരമൊരു ഇൻഡെക്സ് ഒന്ന് കാണാം. ഈ ഇൻഡെക്സ് അനുസരിച്ച് ഗ്ലോബൽ എക്കണോമി റാങ്കിങ്ങിൽ നമ്മൾ 5-ാമതാണ്. അപ്പോൾ ലോകത്തെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയാണ് നമ്മൾ. കുറഞ്ഞ കാര്യമല്ല. ഗ്ലോബൽ PMI റാങ്കിങ് വാങ്ങൽ ശേഷിയുമായി, പർച്ചേസ് ശേഷിയുമായി ബന്ധപ്പെട്ട ഒരു കണക്കാണ്. അതിൽ നമ്മൾ 1-ാമതാണ്. നല്ല വാങ്ങൽ ശേഷിയുള്ള ആൾക്കാരാണ് ഇന്ത്യക്കാർ എല്ലാവരും എന്നാണ് ഈ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഫോർബ്സ് മാഗസിൻ പുറത്തുവിട്ടിട്ടുള്ള ലോകത്തെ ബില്യനേഴ്സിന്റെ, കോടീശ്വരന്മാരുടെ എണ്ണം, ലോകത്തെ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത് അമേരിക്കയിൽ, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ 3-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സമ്പന്നർ ധാരാളമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. കുറഞ്ഞ കാര്യമല്ലല്ലോ. ഇനി ഗ്ലോബൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കോൺഫിഡൻസ്, ആഗോള ശക്തികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ ഒരു കോൺഫിഡൻസ് നൽകുന്ന ആഭ്യന്തര സാഹചര്യമുള്ള രാജ്യം, അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കണക്കെടുത്താൽ അതിൽ 1-ാമതാണ്. ഇവിടെ വന്നാൽ വലിയ കോർപ്പറേറ്റുകൾക്ക് ബിസിനസ് തുടങ്ങാം, അവർക്കൊന്നും പേടിക്കണ്ട. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ? സാമ്പത്തികമായി ഒരു നല്ല സൂചികയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. പക്ഷെ അങ്ങനെ കാണുമ്പോൾ അതോടൊപ്പം തന്നെ വീടായാലും ശരി, നാടായാലും ശരി, വീടിൻ്റെയും നാടിൻ്റെയും സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പുരോഗതിയുടെ എല്ലാ അടിസ്ഥാനം സമ്പത്താണ്. അപ്പോൾ സമ്പത്ത് വന്നാൽ സാമൂഹികമായും സാംസ്കാരികമായും പുരോഗമിക്കുമെന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക വളർച്ചയുടെ ഇൻഡെക്സ് കൂടി പരിശോധിക്കണ്ടേ? അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, മനുഷ്യ വികസനത്തിന്റെ സമഗ്രമായ കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കുന്ന ഇൻഡെക്സ് ആണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത നിലവാരം, ഇതൊക്കെ. അതിൽ ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്ന രാജ്യം 1-ാമത് വരും. അത് ആ ഇൻഡെക്സിൽ നമ്മൾ 130-ാമതാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്, ഏറ്റവും സന്തുഷ്ടരായ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, ആ രാജ്യം 1-ാമത് വരും. അത് കുറഞ്ഞു വന്നാൽ നമ്മുടെ രാജ്യം നിൽക്കുന്നത് 126-ാം സ്ഥാനത്താണ്. ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സ്, വിശപ്പ് അനുഭവിക്കുന്നവരുടെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ എണ്ണം വെച്ച് കണക്കാക്കുന്നതാണ്. അത് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന രാജ്യം 1-ാമത് വരും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം 105-ാമതാണ്. ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ്, ലിംഗവിവേചനം, സ്ത്രീ പുരുഷ വിവേചനം നിലനിൽക്കുന്ന രാജ്യം, അത് ഏറ്റവും കുറവുള്ള സംസ്ഥാനം 1-ാമത് വരും. അതിൽ നമ്മൾ 108-ാമതാണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എത്രയുണ്ടെന്ന് കണക്കാക്കാമല്ലോ. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്, 159-ാണ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, എന്തൊക്കെയുണ്ടെങ്കിലും പീസ്, സമാധാനം വേണമല്ലോ. ആ സമാധാനത്തിന്റെ കാര്യത്തിൽ പോലും നമ്മൾ 115-ാമത്തെ റാങ്കിലാണ്. അപ്പോൾ എവിടെയൊക്കെയോ പ്രശ്നങ്ങളില്ലേ? സമ്പത്ത് ഒരു ഭാഗത്തുണ്ട് എന്ന് നമ്മൾ ഇൻഡെക്സുകൾ സൂചിപ്പിക്കുമ്പോൾ, മറുഭാഗത്ത് ദാരിദ്ര്യവും സമാധാനമില്ലായ്മ, ജീവിത നിലവാരമില്ലായ്മ ഉണ്ട് എങ്കിൽ അതൊന്ന് പരിശോധിക്കപ്പെട്ട് പോകേണ്ടതുണ്ട്. ജീവിക്കണമെങ്കിൽ തൊഴിൽ വേണം, വരുമാനം വേണം. തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം വന്നാൽ യുവത്വം പ്രക്ഷുബ്ധമാകും. അതാണ് ജന്തർ മന്ദറിൽ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടത്. തൊഴിലില്ലായ്മയുടെ കാര്യം പരിശോധിക്കുമ്പോൾ, അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ, 1991 ആരംഭിച്ച തലതിരിഞ്ഞ പരിഷ്കാരങ്ങളുടെ പ്രതിഫലനം കണ്ടു തുടങ്ങിയത് 2008-2010 കാലം മുതലാണ്.
അത് ശേഷം ഇങ്ങോട്ടുള്ള ഗ്രാഫാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2024 വരെയുള്ള കാര്യങ്ങൾ ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2024 നിൽക്കുമ്പോൾ തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും ഉച്ചകോടിയിൽ വന്ന് നിൽക്കുക. ഇത് മറ്റൊരു കണക്കിലൂടെ നിങ്ങൾ പരിശോധിക്കുമ്പോഴാണ് വിചിത്രമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നേരത്തെ സൂചിപ്പിച്ചതാണ്. ഫോർബ്സ് മാഗസിൻ പുറത്തുവിട്ടനുസരിച്ച് കോടീശ്വരന്മാർ, ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ താമസിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് നമ്മൾ. അതേപോലെ തന്നെ ഗ്ലോബൽ എക്കണോമിക് റാങ്കിങ്ങിൽ സാമ്പത്തിക ശേഷിയുടെ കാര്യത്തിൽ 5ാമത്തെ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചുള്ള തൊഴിലുകൾ വരണ്ടേ? പക്ഷേ അൺഎംപ്ലോയ്മെന്റിന്റെ ഇൻഡെക്സിൽ നമ്മൾ 100ാമതാണ്. അപ്പോൾ ധനം ഒരിടത്ത് കുമിഞ്ഞുകൂടുന്നു, അതനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ തൊഴിൽ നൽകുന്നതിനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നില്ല. പരിശോധിക്കപ്പെടണ്ടേ? അതേപോലെ തന്നെയാണ് ദരിദ്രരുടെ കണക്കും. തെറ്റായ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലമായി ദരിദ്രരുടെ എണ്ണത്തിലും വളരെയധികം വർധനവുണ്ടായി എന്നാണ് ദ ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു കണക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, തെറ്റായ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ റിഫ്ലക്ഷൻ, പ്രതിഫലനം വന്നു തുടങ്ങിയത് 2009-2010 മുതലാണ്. അതിനുശേഷം 2020 വരെയുള്ള കണക്കാണ് ഹിന്ദു ദിനപത്രത്തിൽ വന്നതാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. ദരിദ്രരുടെ എണ്ണത്തിലും ശക്തമായ വർധനവ്, കാര്യമായ വർധനവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെയും ഒരു കൗതുകകരമായ കണക്ക് ഞാൻ ഇപ്പോൾ ഒന്നും കൂടി ഇടാം. ഇന്ത്യയിൽ കാർഷിക പുരോഗതി ഇല്ലെന്നും പറയാൻ കഴിയില്ല. കാർഷിക പുരോഗതിയൊക്കെ ഉണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ലോകത്ത് 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ കാർഷികമായ പുരോഗതി നേടിയിട്ടുണ്ട്. കാർഷിക ഉൽപ്പാദനം നടത്തുന്നത് ആരാണ് നടത്തുന്നത്, എന്താണ് നടത്തുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതൊന്നും നമുക്കറിയില്ല. എന്തായാലും കാർഷിക ഉൽപ്പാദനത്തിൽ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പക്ഷേ വേൾഡ് ഹങ്ങർ ഇൻഡെക്സിൽ പട്ടിണി അനുഭവിക്കുന്നവരുടെ, ദരിദ്രരുടെ കാര്യത്തിലാണെങ്കിലോ 105ാമതായി പോകും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പറയുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, അരിയായാലും നെല്ലായാലും ഗോതമ്പായാലും എന്തായാലും ശരി, ധാന്യങ്ങളായാലും നമ്മുടെ ദരിദ്രർക്ക് കിട്ടുന്നില്ലേ? അതുകൊണ്ടാണോ ദരിദ്രരുടെ എണ്ണം കൂടിയത്? ആ ചോദ്യത്തിന് ഉത്തരമാണോ അതിൻ്റെ 3ാമത്തെ ഇൻഡെക്സ്? അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് എക്സ്പോർട്ട്. ഇവിടെ നിന്ന് അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളും ഫുഡിൻ്റെ ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കണക്ക് കിട്ടിയാൽ നമ്മൾ ഉന്നതിയിലാണ്, 8ാം സ്ഥാനത്താണ്. അപ്പോൾ പല സംശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വൻകിട കോർപ്പറേറ്റുകൾ കടത്തിക്കൊണ്ട് പോവുകയാണോ? അതോ ഇവിടെ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ദരിദ്രരിലേക്ക് എത്തുന്നില്ലേ? സമമായി വിതരണം ചെയ്യപ്പെടുന്നില്ലേ? ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന ഈ അസന്തുലിതാവസ്ഥയിൽ സന്തോഷിക്കാനില്ല. പക്ഷേ രാജ്യത്ത് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു, അത് ഞങ്ങളുടെ ഭരണ നേട്ടമാണ് എന്ന് പറയുന്നവരോട് ഗാന്ധിജി പറഞ്ഞില്ലേ? വലിയ സാമ്പത്തിക ഉപദേഷ്ടാക്കളും വിദഗ്ധരും പറയുന്നില്ലേ? ഒരു രാജ്യം അതിൻ്റെ വികസനത്തിന്റെ അളവ് കോൽ അളക്കേണ്ടത് ആ വികസനം ആ രാജ്യത്തിലെ ഏറ്റവും ദരിദ്രനിൽ എങ്ങനെ എത്തുന്നു എന്ന് കണക്കാക്കിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും 5ാമത്തെയോ 4ാമത്തെയോ 3ാമത്തെയോ സാമ്പത്തിക ശക്തി ആയിരിക്കാം, പക്ഷേ ദരിദ്രൻ ഇപ്പോഴും ദരിദ്രനായി കഴിയുന്നു. തൊഴിലില്ലായ്മ ഇപ്പോഴും തൊഴിലില്ലായ്മയെ നിലനിൽക്കുന്നു. ജീവിത നിലവാരത്തിൽ വലുതായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എങ്കിൽ ഇത് പരിശോധിക്കപ്പെടണം. അത് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് മാറരുത്. നമ്മുടെ കേന്ദ്രമന്ത്രി വെച്ച കണക്ക് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തല്ലോ, അതിലേക്ക് നമുക്കൊന്നുകൂടി നോക്കാം. അതിനകത്ത് ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഞാനൊരു വലിയ സാമ്പത്തിക വിദഗ്ധനല്ല, എക്കണോമി പഠിച്ചിട്ടുമില്ല, വായിച്ചും കേട്ടുമുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ആ അറിവ് വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, നമ്മുടെ രാജ്യത്തെ സമ്പന്നർ, കോടീശ്വരന്മാർ, അവർ സമ്പത്തുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് റെന്റിയേഴ്സ് റൂട്ടാണ്. എക്കണോമിയിൽ റെന്റിയേഴ്സ് റൂട്ട് ടു വെൽത്തുമുണ്ട്, പ്രൊഡക്റ്റീവ് റൂട്ട് ടു വെൽത്തുമുണ്ട്. പ്രൊഡക്റ്റീവ് റൂട്ട് ടു വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തു നിന്ന് അവർ സ്വരൂപിക്കുന്ന പണം ഇവിടെ ഫാക്ടറികൾ, മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇവിടെ കുറെ പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. ഇവിടെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക പുരോഗതിക്ക് അത് കാരണമായിത്തീരുന്നു. എന്നാൽ റെന്റിയേഴ്സ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഊഹാപോഹ കച്ചവടങ്ങളിലൂടെ, ഓഹരി കമ്പോളത്തിലൂടെയും മറ്റുമൊക്കെ വരുമാനമുണ്ടാക്കി നമ്മുടെ രാജ്യത്തിന്റെ സ്വത്ത് അവർ കൈക്കലാക്കുന്നു. അത് പ്രൊഡക്റ്റീവായിട്ടോ തൊഴിൽപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ നമ്മുടെ രാജ്യത്തിന് ഗുണപ്പെടുന്നുമില്ല. ഈ റെന്റിയേഴ്സ് റൂട്ട് വഴി നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു കൊണ്ടുപോവുകയാണ്. നമ്മുടെ രാജ്യത്തിലെ സമ്പന്നർ ചെയ്യുന്നതാണ്. ഇത് കൂടാതെ നമ്മുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുവന്ന വിഭാഗമാണ് വിദേശ കമ്പനികൾ.
ഏകദേശം 11,000 ചില്ലുമാനം വിദേശ കമ്പനികൾ ഇന്ത്യയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇന്ത്യയിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കം ഓഹരികൾ വാങ്ങിക്കൂട്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. 1000 ചില്ലുമാനം വ്യക്തിപരമായ നിക്ഷേപങ്ങളും ഇന്ത്യയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ സമ്പന്നന്മാർ നമ്മുടെ സമ്പത്ത് അവർ റെന്റിയേഴ്സ് റൂട്ടിലൂടെ രാജ്യത്തിന്റെ ഒരു പുരോഗതിയുമില്ലാതെ കൈക്കലാക്കി വയ്ക്കുന്നു. മറുഭാഗത്ത് വിദേശ കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തെ പൊതുമേഖല അടക്കമുള്ള സ്വത്തിന്റെ ഓഹരി കൈക്കലാക്കി വെച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുമേഖലയിൽ അടക്കമുള്ള അവകാശം സ്ഥാപിക്കുമ്പോൾ ഈ രാജ്യം പുരോഗതിയിലാണ്. ദരിദ്രൻ ദരിദ്രനായി കഴിയുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. സ്വാഭാവികമായും ഇതൊരു വലിയ ചർച്ചയ്ക്ക് ഇടയാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയ വിമർശനം അല്ല. എന്നാൽ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അത് ദരിദ്രന്റെ രാഷ്ട്രീയമാണ്, അത് പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണ്, അത് യുവത്വത്തിന്റെ രാഷ്ട്രീയമാണ്, അത് തൊഴിലില്ലായ്മയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.